ശ്രീ VPP മുസ്തഫ, ഇത് കേരളത്തെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന BJPയുടെ നേതാവിൽ നിന്നുണ്ടാകുകയാണ്. അതിനെയൊന്നും അപലപിക്കാൻ പോലും തയ്യാറാകുന്നില്ല. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തരത്തിലൊരു ക്ഷമാപണം നടത്തി അവരത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ കേരളത്തെക്കുറിച്ച് ഇവർ പറയുന്നത് അതുപോലെ ആവർത്തിക്കപ്പെടുകയാണ്. ദാ നോക്കൂ, ഇപ്പോൾ പോലും കേരള സ്റ്റോറി അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഈ സിറിയ എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിദ്വേഷ പരാമർശം മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കലാണോ BJPയുടെ ലക്ഷ്യം? നിലിമ, അതിലൊരു സംശയവുമില്ലല്ലോ. BJP ഏത് കാലത്തും വോട്ട് പിടിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. പക്ഷെ പഴയ കാലത്തേതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു BJP അല്ലല്ലോ ഇപ്പോൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. 10 വർഷത്തെ ദീർഘമായ ഭരണത്തിന് ശേഷം BJP തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോഴെങ്കിലും തങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ വികസനം, പുരോഗതി, രാജ്യത്ത് ഈ ഭരണം കൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തിൽ മോഡി ഭരണം കൊണ്ടുണ്ടായ ക്ഷേമകരമായ കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ പറയാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ അതിനു പകരം പഴയ കാലത്തേതെന്ന പോലെ തന്നെ 10 വർഷം ഭരിച്ചിട്ട് പോലും BJPക്ക് വികസന കാര്യങ്ങളോ പുരോഗതിയുടെ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാനില്ല. മറിച്ച് എല്ലാ കാലത്തെയും എന്ന പോലെ വർഗീയ കാർഡ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇറക്കുന്നത്. അങ്ങനെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും 4 വോട്ടും അധികാരവും ഉറപ്പിക്കുക എന്ന പഴയ ചീന വഴി മാത്രമേ 10 വർഷം അധികാരത്തിലിരുന്നിട്ട് പോലും BJPയുടെ മുന്നിലുള്ളൂ എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇത്തരം പരാമർശങ്ങൾ. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം ബോംബ് സ്ഫോടനങ്ങൾ, എന്തുമാത്രം വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം RSSും BJPയും പ്രതിസ്ഥാനത്തല്ലേ. സംജോത എക്സ്പ്രസിലെ സ്ഫോടനം, അജ്മീർ ദർഗാ ഷരീഫിലെ സ്ഫോടനം, ഹൈദരാബാദിലെ മക്ക പള്ളിക്ക് മുമ്പിൽ ഉണ്ടായ സ്ഫോടനം, ഇതെല്ലാം ആദ്യം നടന്നപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കുന്തമുന തിരിച്ചത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയായിരുന്നു. അവർ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു. പല ചെറുപ്പക്കാരെയും ഇതിൻ്റെ പേരിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ മാസങ്ങൾ ജയിലിലടക്കുകയുണ്ടായി. പക്ഷേ വിശദമായ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തിയതെന്താ? അത് RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു പരിവാർ സംഘടനകളിൽ പെടുന്ന ആളുകളായിരുന്നു. അവരുടെ പ്രാമാണികരായ നേതാക്കൾ തന്നെ അതിലെല്ലാം പ്രതികളായി വരുന്ന അവസ്ഥ നമ്മുടെ മുന്നിൽ ഉണ്ടായല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ ശോഭ കരന്തലജയെ പോലെ സീനിയറായ നേതാവ്, വല്ലാതെ ഇപ്പോൾ വന്നു ആവേശ പാർട്ടിയായിട്ട് BJPയിൽ നിൽക്കുന്നയാളല്ലോ, വളരെ മുതിർന്ന, നേരത്തെ തന്നെ പല പാർലമെന്ററി പദവികളും വഹിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പറയുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നീലിമ, ഇത് പുത്തരിയല്ലല്ലോ BJPയുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെയല്ലേ ഈ കേരളത്തെ കുറിച്ച് ഇത് സൊമാലിയ എന്ന് ആക്ഷേപിച്ചത്. എത്ര മോശമായ നിലവാരത്തിലാണ് അദ്ദേഹം താൻ കൂടി ഉൾക്കൊള്ളുന്ന, താൻ ഭരണം നടത്തുന്ന രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ കുറച്ചു മുമ്പല്ലേ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് RSSന്റെ പിന്തുണയിൽ ഒരു സിനിമ പുറത്തിറക്കിയത്. ആ സിനിമയിൽ എങ്ങനെയാ കേരളത്തെ കാണിക്കുന്നുള്ളത്? ഇപ്പൊ ഇവിടെ പ്രധാനമന്ത്രി ഒരു 4 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ വോട്ട് പിടിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ റാലി നടത്തി BJP സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ട്. ബായോം ബഹനോം എന്ന് വിളിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി മോഡി വിളിച്ചത് ആരെയാ? ശബരിമല ഉൾക്കൊള്ളുന്ന നാടാണ് പത്തനംതിട്ട എന്നുള്ളത് കൊണ്ട് നീട്ടി മണിച്ചങ്ങ് സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വിശ്വാസി, ഒരു ഭക്തൻ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എത്തിയാൽ ഒരു ശാസ്താക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി, അയ്യപ്പൻ കോവിലിന്റെ മുന്നിൽ പോയി ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഭക്തന്റെ വിളിയാണോ? അത് വോട്ട് പിടിക്കാൻ, 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വാസ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു. ഒരു പ്രധാനമന്ത്രി പോലും 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കഴിയാതെ പത്തനംതിട്ടയിൽ, കേരളത്തിൽ വന്നിട്ട് അയ്യപ്പനെ വിളിച്ചിട്ട് വിശ്വാസ വികാരം ഇറക്കി വിട്ടിട്ട് വോട്ട് പിടിക്കേണ്ട ഗതികേട് നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്തുമാത്രം അധപ്പതിച്ചൊരവസ്ഥയാണ്. അപ്പം BJP ഈ 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് 3ാം വട്ടമുള്ള തെരഞ്ഞെടുപ്പിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മോഡി അങ്കലാപ്പിലാണ്, ആശങ്കയിലാണ്. നേരത്തെ നീലിമ ശരിയായ വിധത്തിൽ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യ മാത്രമല്ല,
BJP-യുടെ കനത്ത പോക്കറ്റുകളായിരുന്ന ഉത്തരേന്ത്യൻ നാടുകളിൽ തന്നെ വലിയ നിലയിലുള്ള ആശങ്കയിലല്ലേ അവരുള്ളത്. ബീഹാറിൽ എന്താ സ്ഥിതി? കഴിഞ്ഞ തവണ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സംസ്ഥാനമാണ്. അവിടെ പഴയ നിലയല്ലല്ലോ, വലിയ അവസ്ഥ മുന്നേറ്റമല്ലേ ഇന്ത്യ മുന്നണി അവിടുത്തെ കഴിഞ്ഞ മഹാറാലി ഉൾപ്പെടെ കാണിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സ്ഥിതി എന്താ? അവിടെ ശിവസേനയുടെ ഒരു കഷ്ടം മാത്രമല്ലേ ഇപ്പോൾ BJP-യുടെ കൂടെയുള്ളൂ. കഴിഞ്ഞ സ്വീപ്പിംഗ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമോ? എന്താ ഉത്തർപ്രദേശിലെ തന്നെ സ്ഥിതി? അവിടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ കർഷകരല്ലേ 2 വർഷമായിട്ട് സമരത്തിൽ. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു കർഷകർക്കെല്ലാം വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന്. പക്ഷെ 10 വർഷമായിട്ട് മോഡി കർഷകർക്ക് കൊടുത്ത ഒരു ഗ്യാരണ്ടിയും പാലിച്ചില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ വീണ്ടും ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ അവർ രാഷ്ട്രീയമായിട്ട് നേരത്തെ BJP-യുടെയോ കോൺഗ്രസിൻ്റെയോ ഒപ്പം ഉണ്ടായിരുന്നവരാ. അവരെല്ലാം കൂടിയിട്ടാണ് 1ഉം 2ഉം ദിവസമല്ലല്ലോ 2 വർഷമായി നിരന്തരമായ പോരാട്ടത്തിൽ നിൽക്കുന്നത്. രാജ്യത്തെ യുവജനങ്ങളുടെ സ്ഥിതി എന്താ? സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കില BJP-യുടെ മോഡി ഭരണത്തിന്റെ 10ാം വർഷം എത്തി നിൽക്കുന്നത്. യുവജനങ്ങളുടെ എന്തു സ്വപ്നങ്ങളാണ് സഫലീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്? റെയിൽവേയിലൊക്കെ ഇപ്പോ വൈകല്യങ്ങൾ മറയ്ക്കാനാണ് ഒരു പക്ഷേ ഈ വംശീയാധിക്ഷേപം വിദ്വേഷ പരാമർശം നടത്തിക്കൊണ്ട് ഇങ്ങനെ BJP നേതാക്കൾ രംഗത്ത് വരുന്നത്.